ആരോഗ്യമേഖലയിലുണ്ടായത് ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള വലിയ മാറ്റങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആരോഗ്യമേഖലയുടെ യഥാർത്ഥ ശേഷിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ 180 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 15 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യമേഖലയിൽ നടന്നത് 10,000 കോടിയിലധികം രൂപയുടെ വികസനമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇവിടുത്തെ ഭൗതിക സാഹചര്യം മാത്രമല്ല, രോഗി പരിചരണത്തിലും വലിയ മെച്ചമുണ്ടാക്കാൻ സാധിച്ചു. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും ശിലാസ്ഥാപനം നിർവഹിക്കുന്നതുമായ പദ്ധതിയിലെല്ലാം നമ്മുടെ നാടിൻ്റെ ആരോഗ്യ സംരക്ഷണ നയങ്ങളുടെ പ്രതിഫലനം കാണാൻ കഴിയും. നമ്മുടെ ബഹുജനങ്ങളുടെ ആരോഗ്യവും ജീവിതവും മെച്ചപ്പെടുത്താനുള്ള സംസ്ഥാനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇവയെല്ലാം. അതേസമയം ആരോഗ്യവകുപ്പ് രോഗശയ്യയിലാണെന്ന് ചിത്രീകരിച്ച് സർക്കാർ ആശുപത്രികളെ ചിലർ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വെല്ലുവിളികൾക്കിടയിലും കൂടുതൽ ശക്തിയോടെ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് തന്നെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ചികിത്സാ സേവനത്തിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. 80-ലധികം PG സീറ്റുകൾ വിവിധ മെഡിക്കൽ കോളേജുകളിലായി ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് നേടിയെടുക്കുന്നതിന് നമുക്ക് സാധ്യമായി. ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.